ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പം ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അപ്പം ഇന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സയൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഹ്യൂമൻ സ്റ്റൊമക്ക്? നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടാവുന്ന ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോമിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏത് ആസിഡാണ് നമ്മുടെ സ്റ്റൊമക്കിൽ ഫോം ചെയ്യുന്നത്? ഓർത്ത് നോക്കിയേ, ഏതാണ് ആൻസർ? ഡി ഓപ്ഷൻ, ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. നോക്കിയേ, നമ്മുടെ സ്റ്റൊമക്കിൽ കുറച്ച് സെൽസ് ഉണ്ട്. ഓക്സിയൻറ്റിക് സെൽസ് എന്ന് നമുക്ക് പറയാം. ഓക്സിയൻറ്റിക് സെൽസ്, ഈ സെൽസാണ് എന്ത് സെക്രിയേറ്റ് ചെയ്യുന്നത്? HCl അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിൽ സെക്രിയേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല അസിഡിക് ആണ്. അപ്പം ഹ്യൂമൻ സ്റ്റൊമക്കിൽ ഉണ്ടാവുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ HCl ആണ്. ഇനി നമ്മുടെ എന്താണ്, തേൻതുമ്പി ഉണ്ടല്ലോ, തേൻതുമ്പി സ്റ്റിങ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പം കുത്തുമ്പം നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും. അപ്പം അവർ ഒരു ആസിഡ് നമ്മുടെ ബോഡിയിലോട്ട് കുത്തി വെക്കുന്നുണ്ട്. ആ ആസിഡ് ഏതാണെന്നറിയാവോ? ബീസിൻ്റെ കേസിൽ നമ്മുടെ ബോഡിയിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? മെത്തനോയിക് ആസിഡാണ്. മെത്തനോയിക് ആസിഡാണ് നമ്മുടെ ബോഡിയിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ മസിൽ ക്രാംസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ജിമ്മിലൊക്കെ പോവുകയാണെങ്കിൽ ഉള്ളവർക്കൊക്കെ അറിയാം, നമുക്ക് ചിലയിടത്ത് മസിൽസ് നല്ല പെയിനൊക്കെ ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടിട്ടാണ് അങ്ങനെ പെയിൻ ഉണ്ടാവുന്നത്? ഒരു ആസിഡിൻ്റെ അക്കുമുലേഷൻ കൊണ്ടിട്ടാണ്. അത് ഏത് ആസിഡാണെന്ന് ചോദിച്ചാൽ ആസിഡിൻ്റെ പേരെന്താണ്? ലാക്റ്റിക് ആസിഡാണ്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് വന്നിട്ട് നമ്മുടെ മസിലിൽ അടിഞ്ഞു കൂടിയിട്ടാണ് നമുക്ക് നല്ല പെയിൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മസിൽ ക്രാംസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആസിഡിൻ്റെ പേരെന്താണ്? ലാക്റ്റിക് ആസിഡാണ്. ഇനി നാരങ്ങ, ലെമണിൽ നല്ല പുളിപ്പ് അല്ലെങ്കിൽ സോർ ടേസ്റ്റ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡാണ്. സിട്രിക് ആസിഡ്. അതേപോലെ ടൊമാറ്റോ, തക്കാളിയിൽ ഉള്ളത് ഏതാണ്? ഓക്സാലിക് ആസിഡാണ്. ഓക്സാലിക് ആസിഡ്. ഇനി ലെഡ് സ്റ്റോറേജ് സെൽസിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണെന്നറിയാവോ? ആസിഡ് ഏതാണ്? നല്ല വീര്യമുള്ള ആസിഡാണ്. ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ്. ആസിഡുകളിൽ കിങ് എന്നറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡാണ് ഏതിൽ കാണപ്പെടുന്നത്? ലെഡ് സ്റ്റോറേജ് സെൽസിൽ കാണപ്പെടുന്നത്. ഇനി ഒരു കാര്യം, ഇപ്പം ആസിഡ്സ്, പലതരത്തിലുള്ള ആസിഡ്സ്, ഇപ്പം HCl ആയിക്കോട്ടെ, H2SO4 ആയിക്കോട്ടെ, അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് CH3COOH, ഏതൊരു ആസിഡ് എടുത്താലും ഇതിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന എലമെൻ്റ് ഏതാണെന്നറിയാവോ? നോക്കിയേ, ഇതിൽ H ഉണ്ട്, H. എവിടെ നോക്കിയാലും നമുക്ക് കോമൺ ആയിട്ട് ഏതൊരു ആസിഡ് എടുത്താലും അതിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു എലമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? ഹൈഡ്രജനാണ്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺ എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? അപ്പം ഹ്യൂമൻ സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അതേപോലെ ബീസൊക്കെ സ്റ്റിങ് ചെയ്യുന്നതിലുള്ള ആസിഡ് മെത്തനോയിക് ആസിഡാണ്. നമുക്ക് മസിൽ ക്രാംസ് ഒക്കെ ഉണ്ടാവാൻ കാരണം ലാക്റ്റിക് ആസിഡിൻ്റെ അക്യുമുലേഷൻ കൊണ്ടിട്ടാണ്. ഇപ്പം നാരങ്ങയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പുളിപ്പ്, ഒരു സോർ ടേസ്റ്റ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ആസിഡ് സിട്രിക് ആസിഡാണ്. അതേപോലെ ടൊമാറ്റോയിലുള്ളത് ഓക്സാലിക് ആസിഡ്. ലെഡ് സ്റ്റോറേജ് സെൽസിലുള്ള ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ്. ഇനി ഏതൊരു ആസിഡ് എടുത്താലും അതിൽ കാണപ്പെടുന്ന കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസറ്റിക് ആസിഡ് ഓൺ ഡീകാർബോക്സിലേഷൻ ഗീവ്സ് ഏതാണെന്നാണ്? മീഥെയ്ൻ, ഈഥെയ്ൻ, പ്രൊപ്പെയ്ൻ, ബ്യൂട്ടേൻ.
അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് CH3COOH ആണ്. ഇനി ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങ് റിലീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് അതിൽ നിന്നും പോകുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് CH4 ആണ്. CH4 എന്താണ്? മീഥേനാണ് എന്തെന്ന് പറയുന്നത് CH4 എന്ന് പറയുന്നത്. അപ്പം അസറ്റിക് ആസിഡ് ഡീകാർബോക്സിലേഷൻ നടന്നാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? മീഥെയ്നാണ്. CH4 ആയിട്ടുള്ള മീഥെയ്നാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? Only electrons reside inside the nucleus of an atom. Both electrons and protons reside inside the nucleus of an atom. C option, only neutrons reside inside the nucleus of an atom. Both the protons and neutrons can reside inside the nucleus of an atom. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂക്ലിയസിൽ ആരൊക്കെയാണുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണിനെ നമുക്ക് കാണാൻ പറ്റും. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം വെയിറ്റ് എവിടെയാണ്? അതിൻ്റെ ന്യൂക്ലിയസിലോട്ടാണ്, ആ സെൻറ്ററിലോട്ടാണ് ഫോക്കസ് ആവുന്നത്. അപ്പം അവിടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും ആണുള്ളത്. ഇനി ഇലക്ട്രോൺ ഉണ്ട്, പക്ഷേ ന്യൂക്ലിയസിന് ഉള്ളിലല്ല, പുറത്ത് ഓർബിറ്റിലാണ് ആരിയ്ക്കുന്നത്? ഇലക്ട്രോൺസുകൾ ഇരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഏത് ഓപ്ഷനാണ്? ബോത്ത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ക്യാൻ റിസൈഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് ദ ആറ്റം. അപ്പം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ടെന്ന് ഓർക്കുക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഡി ഓപ്ഷനാണ് കറക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് റേസ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ നേച്ചർ? ഇലക്ട്രോമാഗ്നറ്റിക് നേച്ചറിലുള്ളത് ഇതിൽ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെ പെയറാണെന്നാണ്. ബീറ്റാ റേയും ഗാമ റേയും ആണോ? അതോ ബി ഓപ്ഷൻ കാഥോഡ് റേസ് എക്സ് റേസ് ആണോ? സി ഓപ്ഷൻ ആൽഫ റേസ് ബീറ്റാ റേസ് ആണോ? ഡി ഓപ്ഷൻ എക്സ് റേസും ഗാമ റേസും. ഇലക്ട്രോമാഗ്നറ്റിക് നേച്ചർ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്നത് ആരൊക്കെയാണെന്നറിയാവോ? ആരൊക്കെയാണ്? ഗാമ റേ ഉണ്ട്, എക്സ് റേ ഉണ്ട്, അതുപോലെ അൾട്രാ വയലറ്റ് റേസ് ഉണ്ട്. പിന്നെ നമുക്കൊക്കെ കാണാൻ പറ്റുന്ന വിസിബിൾ ലൈറ്റ് ഉണ്ട്. അതേപോലെ ഇൻഫ്രാറെഡ് ഉണ്ട്. പിന്നെ ആരൊക്കെയാണ്? മൈക്രോവേവ് ഉണ്ട്. അടുത്തത് റേഡിയോ വേവ്സ്. ഇത്രയും വേവ്സാണ്, 7 എണ്ണമാണ് ഏതിലുള്ളത്? ഇലക്ട്രോമാഗ്നറ്റിക് നേച്ചർ കാണിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഗാമ റേ ഉണ്ട്, എക്സ് റേ ഉണ്ട്, അൾട്രാ വയലറ്റ്, വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. ഇനി ഇതിലിങ്ങോട്ട് താഴോട്ട് പോകുമ്പം ഇവരുടെ എന്ത് ചെയ്യും? വേവ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും. വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, താഴോട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? റേഡിയോ വേവ്സിനായിരിക്കും ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത്. അതേപോലെ ഫ്രീക്വൻസി നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഫ്രീക്വൻസി ഏറ്റവും കൂടുതലുള്ളത് ആർക്കായിരിക്കും? ഗാമ റേസിനായിരിക്കും. ഫ്രീക്വൻസി കുറവുള്ളത് ആർക്കായിരിക്കും? റേഡിയോ വേവ്സിനായിരിക്കും. അതേപോലെ വേവ് ലെങ്ത് കൂടുതലുള്ളത് ആർക്കായിരിക്കും? റേഡിയോ വേവ്സും. വേവ് ലെങ്ത് കുറവുള്ളത് ആർക്കായിരിക്കും? ഗാമ റേസിനുമായിരിക്കും. അപ്പോൾ ഇനി നോക്കിയേ, ഇനി നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കാം? ഇതിലുള്ള ആകെക്കൂടി ഉള്ളത് എക്സ് റേയും ഗാമ റേയും. അപ്പോൾ എക്സ് റേയും ഗാമ റേയും ആണ് ഏതിൽ വരുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് നേച്ചർ ഉള്ളത് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്നതാണെന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, The nephron is the microscopic structural and functional unit of ഏത് ഓർഗൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ലിവർ, കിഡ്നി, ഹാർട്ട്, ലങ്സ്. നെഫ്രോൺ ഏതിൻ്റെ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ആണ്? നെഫ്രോളജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് കിഡ്നീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നെഫ്രോളജി എന്ന് പറയുന്നത്. അതേപോലെ ഒരു കിഡ്നിയുടെ ഏറ്റവും സ്മോളസ്റ്റ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് ആരെന്ന് പറയുന്നത്? നെഫ്രോൺ എന്ന് പറയുന്നത്. അപ്പം കിഡ്നിയുടെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് ആരെന്ന് പറയുന്നത്? നെഫ്രോൺ എന്ന് പറയുന്നത്.
നെഫ്രോൺ നോക്കിയേ, ഞാൻ നെഫ്രോൺ ആണ് വരയ്ക്കുന്നത്. ഇപ്പോൾ വരയ്ക്കുന്ന നെഫ്രോണിൻ്റെ ട്യൂബ്യൂൾ, യൂപ്പിൻ പോലെ ഇരിക്കുന്ന ട്യൂബ്യൂളുണ്ട്. പിന്നെ ഓക്കെ നോക്കിയേ, നമ്മൾ നെഫ്രോൺ എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും ഏകദേശം സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന് 2 ഭാഗങ്ങളാണുള്ളത്. നോക്കിയേ, ഈ ഒരു പോർഷനിൽ 2 ആൾക്കാരുണ്ട്. അതേപോലെ ഇങ്ങോട്ട് കാണുന്നത് എല്ലാം കൂടി നമ്മൾ പറയുന്നത് റീനൽ ട്യൂബ്യൂൾ എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ ട്യൂബ് പോലെ ഇരിക്കുന്ന റീനൽ ട്യൂബ്യൂൾ. ഈ ലാസ്റ്റ് ഈ ഒരു പോർഷൻ എന്താണ്? കളക്റ്റിംഗ് ഡക്റ്റ് ആണ്. ഇവിടെ വന്നിട്ടാണ് എന്ത് കളക്റ്റ് ആവുന്നത്? യൂറിൻ കളക്റ്റ് ആവുന്നത്. യൂറിൻ എക്സ്ക്രിയേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമാണല്ലോ നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. എക്സ്ക്രിയേറ്ററി യൂണിറ്റ് ആണ്. അപ്പോൾ നോക്കിയേ, ഈ ഇവിടെ എന്ന് പറഞ്ഞാൽ നിറച്ചും ബ്ലഡ് വെസൽസ് ഇങ്ങനെ വന്നിട്ട് നിൽക്കുവാണ്. അപ്പം ഈ ഒരു പോർഷനെ നമ്മൾ പറയുന്നത് എന്താണ്? ഗ്ലോമറുലസ് എന്നാണ് പറയുന്നത്. ഗ്ലോമറുലസ്. ഇനി ഈ ഒരു കപ്പ് ഷേപ്പിലിരിക്കുന്നതിനെ നമ്മൾ പറയുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്നാണ് പറയുന്നത്. ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഞാൻ ഈ വരച്ചേക്കുന്നത് ഒരു നെഫ്രോണിൻ്റെ സ്ട്രക്ചറാണ്. അതേപോലെ ബാക്കിയുള്ളതെല്ലാം റീനൽ ട്യൂബ്യൂളാണ്, അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയുടെ ട്യൂബ് പോലത്തെ ആ ഒരു പോർഷനാണ് ബാക്കിയുള്ളത് വരുന്നത്. പക്ഷേ എന്നാലും ഈ ഓരോ ട്യൂബിനും ഓരോ പാർട്സിനും ഓരോ പേരാണ് കൊടുത്തേക്കുന്നത്. ആദ്യത്തെ ഈ ഒരു പോർഷനെ പറയുന്ന PCT എന്നാണ്, അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയും. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്. അതേപോലെ ഈ ഒരു യൂപ്പിൻ പോലെ ഇരിക്കുന്ന ഷേപ്പുള്ള സ്ട്രക്ചർ കണ്ടോ, ഇതിനെയാണ് നമ്മൾ ഹെൻലീസ് ലൂപ്പ് എന്ന് പറയുന്നത്. ഹെൻലീസ് ലൂപ്പ്. അതുപോലെ ഈ ലാസ്റ്റ് ഈ ഒരു പോർഷൻ നമ്മൾ പറയുന്നത് DCT എന്നാണ്. DCT. അപ്പം ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഡിസ്റ്റൽ ബാക്കി സെയിം തന്നെ. ഓക്കെ, ഇതാണ് നെഫ്രോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെഫ്രോണിന് 2 പോർഷൻസ് ആയിട്ടാണുള്ളത്. ഒരു ഹെഡ് പോർഷൻ ഉണ്ട്, അവിടെയാണ് ആര് വരുന്നത്? ഗ്ലോമർലസും ബൊമാൻസ് ക്യാപ്സ്യൂളും വരുന്നത്. പിന്നെ ട്യൂബ് പോലൊരു സ്ട്രക്ചർ ഉണ്ട്, അതിനെ വീണ്ടും 3 ആയിട്ട് പറയുന്നുണ്ട്. PCT, DCTയും അതേപോലെ ഹെൻലീസ് ലൂപ്പുമാണ്. അതേപോലെ എന്താണ് ഫുൾ ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂള്, അവിടെയാണ് കറക്റ്റ് എന്ത് നടക്കുന്നത്? നമ്മുടെ കിഡ്നിയുടെ മെയിൻ ഫങ്ഷൻ ആയിട്ടുള്ള എന്താണ്? ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ ബ്ലഡിലുള്ള നൈട്രോജീനസ് വേസ്റ്റിനെ പുറത്ത് കളയാൻ വേണ്ടി ആ ഒരു ഫിൽട്രേഷൻ നടക്കുന്ന പോർഷനാണ് എവിടെ എന്ന് പറയുന്നത്? ഈ ഒരു ഗ്ലോമർലസ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. അപ്പം കിഡ്നിയുടെ ഏറ്റവും സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് നെഫ്രോൺ ആണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറും ജസ്റ്റ് ഓർത്തിരിക്കുക. സ്റ്റഡി ഓഫ് കിഡ്നി എന്ന് പറയുന്നത് എന്താണ്? നെഫ്രോളജിയാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. സെല്ലുലാർ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്, പ്ലാസ്റ്റ്, അതോ എല്ലാ പോർഷനിലും ഉണ്ടോ? എവിടെയാണ് സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത്? അറിയാവോ? എവിടെയാണ്? എ ഓപ്ഷൻ, മൈറ്റോകോൺട്രിയയിലാണ് എന്ത് നടക്കുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത്. സെല്ലുലാർ റെസ്പിറേഷൻ. ശ്രദ്ധിക്കുക, മൈറ്റോകോൺട്രിയ എപ്പോഴും ചോദിക്കുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ. പവർ ഹൗസ് ഓഫ് ദ സെൽ. പവർ ഹൗസ് ഓഫ് ദ സെൽ. ഒരു സെക്കൻഡേ. ഓക്കെ, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് സെല്ലിൻ്റെ ഉള്ളിലുള്ള ഏത് ഓർഗനിലെയാണ്? ഓർത്തിരിക്കുക, മൈറ്റോകോൺട്രിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാകുന്ന എനർജീനെയാണ് നമ്മൾ ATP എന്ന് പറയുന്നത്. ATPയുടെ ഫുൾ ഫോം എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അതേപോലെ ATPനെ അല്ലെങ്കിൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എനർജി കറൻസി ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. എനർജി കറൻസി ഓഫ് ദ സെൽ. ഓക്കെ ആണോ? അപ്പം മൈറ്റോകോൺട്രിയയിലാണ് സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ സൈറ്റ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയാണ്. അതേപോലെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയാണ്. അവിടെ ഉണ്ടാകുന്ന എനർജി എന്താണ്? ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ATPനെ പറയുന്നതാണ് എനർജി കറൻസി ഓഫ് ദ സെൽ.
ഓക്കെ ആണോ? ഇനി ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സൈസുള്ള ഓർഗനൽ ഏതെന്ന് വെച്ചാൽ ആൻസർ എന്താണ്? ന്യൂക്ലിയസ് ആണ്. ഓക്കെ ആണോ? ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ്? റൈബോസോം. റൈബോസോമിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ സിന്തസിസ് ആണ് എന്തെന്ന് പറയുന്നത്? റൈബോസോമിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി സെല്ലിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്ന ആളാരാണ്? നമ്മുടെ ന്യൂക്ലിയസ് ആണ്. നമ്മുടെ ന്യൂക്ലിയസ് ആണ്. അതുകൊണ്ട് ന്യൂക്ലിയസിനെ കൺട്രോൾ റൂം, അതേപോലെ ബ്രെയിന്, മാനേജർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? ന്യൂക്ലിയസിനെയാണ് അറിയപ്പെടുന്നത്. അപ്പം ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ സെല്ലിലെ കൺട്രോൾ റൂം, സെല്ലിൻ്റെ ബ്രെയിന്, മാനേജർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? എല്ലാം നിയന്ത്രിക്കുന്ന ആളായിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. അതേപോലെ നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഇരിക്കുന്ന പോർഷൻ എവിടെയാണ്? നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ഓക്കെ ആണോ? അപ്പം നമ്മുടെ ബോഡിയിലെ ഏറ്റവും അല്ലെങ്കിൽ നമ്മുടെ സെല്ലിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർഗനൽ ചോദിച്ചാൽ ആൻസർ എന്താണ്? ന്യൂക്ലിയസ്. അതേപോലെ ബോഡിയിലെ അല്ലെങ്കിൽ സെല്ലിലെ കൺട്രോൾ റൂം അല്ലെങ്കിൽ ബ്രെയിൻ, മാനേജർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ്. നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്ന സെല്ലിലെ പോർഷൻ ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? ന്യൂക്ലിയസ് ആണ്. ഓക്കെ, പ്ലാസ്റ്റിഡ്. പ്ലാസ്റ്റിഡ് ആരിൽ മാത്രമേ ഉള്ളൂ? പ്ലാന്റ് സെല്ലിൽ മാത്രം കാണാൻ പറ്റുന്നതാണ് പ്ലാസ്റ്റിഡ്. പ്ലാസ്റ്റിഡിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റ്. ഇതിലൊരു പിഗ്മെൻ്റ് ഉണ്ട്. പിഗ്മെൻ്റ് എന്താണ്? ആ പേരിൽ തന്നെ കിട്ടും. ക്ലോറോഫിലാണ് ആ പിഗ്മെൻ്റ്. എന്തിനു സഹായിക്കുന്നു? ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നു. ഇനി ക്ലോറോഫില്ലിലുള്ള എലമെൻ്റ് ഏതാണ്? മഗ്നീഷ്യമാണ് ക്ലോറോഫില്ലിലുള്ള എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി സെല്ലിലെ കിച്ചൺ ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നത് ആരാണ്? കിച്ചൺ ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നത് ആരാണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ പ്ലാസ്റ്റിഡ്സ് പ്ലാന്റിൽ മാത്രമാണ് കാണപ്പെടുന്നത്. പ്ലാസ്റ്റിഡിൽ വരുന്ന ഒരു ടൈപ്പാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ക്രോമോപ്ലാസ്റ്റ് ഉണ്ട്, അത് വേറെ. ക്രോമോപ്ലാസ്റ്റ് എന്തിനാണ്? കളർ തരാൻ വേണ്ടിയിട്ടാണ് ആര് സഹായിക്കുന്നത്? ക്രോമോപ്ലാസ്റ്റ്. അതേപോലെ എന്ന് വെച്ചാൽ കളർ മീൻസ് ഫ്ലവറിന് കളർ കൊടുക്കാൻ, ഫ്രൂട്ട്സിന് കളർ കൊടുക്കാൻ, അങ്ങനെ കളർ കൊടുക്കാൻ സഹായിക്കുന്നതാണ് ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെയാണ്. വേറൊരാളാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റിലാണ് ഗ്രീൻ പിഗ്മെൻ്റ് ആയിട്ടുള്ള ക്ലോറോഫിൽ ഉള്ളത്. അതിലുള്ള എലമെൻ്റ് ഏതാണ്? മഗ്നീഷ്യമാണ്. ഇവരാണ് എന്തിനു സഹായിക്കുന്നത്? ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നത്. അതുപോലെ കിച്ചൺ ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ആരാണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ ആണോ? പ്ലാസ്റ്റിഡിൽ ഒരാൾ കൂടിയുണ്ട്, അത് ലൂക്കോപ്ലാസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ലൂക്കോപ്ലാസ്റ്റ്. ഇവർക്ക് പ്രത്യേകിച്ച് കളറൊന്നുമില്ല, ജസ്റ്റ് ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. അത് കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ, ഫാറ്റ്, പ്രോട്ടീൻ ഏതോ ആയിക്കോട്ടെ, അങ്ങനത്തെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ലൂക്കോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 ക്ലോറോപ്ലാസ്റ്റ്, 2 ക്രോമോപ്ലാസ്റ്റ്, 3 ലൂക്കോപ്ലാസ്റ്റ്. ഇത് 3 വരുന്നത് എവിടെയാണ്? പ്ലാസ്റ്റിഡ്സിൽ വരുന്നതാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് മൊമെൻറ്റം? മൊമെൻറ്റത്തിൻ്റെ SI യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊമെൻറ്റം റെപ്രസെൻ്റ് ചെയ്യുന്ന P, ഇക്വേഷൻ എന്താണ്? mv ആണ്. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസ് നിങ്ങൾക്കറിയാം എന്താണ്? കിലോഗ്രാം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വെലോസിറ്റി ആണെങ്കിലോ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എന്ത് വരും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. അപ്പോൾ നോക്കി ഏതാണ് ആൻസർ? ബി ഓപ്ഷനാണ് എന്തെന്ന് പറയുന്നത്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഏതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മൊമെൻറ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷൻ്റെ എന്താണ്? ആക്സിലറേഷൻ്റെ ഓർത്തിരിക്കുക എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന ഏതിൻ്റെ യൂണിറ്റാണ്? ഓർത്തിരിക്കുക, എനർജിയുടെ യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഒന്നും കൂടെ ഓർത്തിരിക്കുക, ടോർ എന്തിൻ്റെ യൂണിറ്റാണ്? ഓർത്തിരിക്കുക, പ്രഷറിൻ്റെ യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? ടോർ എന്ന് പറയുന്നത്. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മൊമെൻറ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. ആക്സിലറേഷൻ്റെ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഇലക്ട്രോൺ വോൾട്ട് എന്തിൻ്റെ യൂണിറ്റാണ്? എനർജിയുടെ യൂണിറ്റാണ്. അതുപോലെ ടോർ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ഓർത്തിരിക്കുക, എന്തിൻ്റെയാണ്? പ്രഷറിൻ്റെ യൂണിറ്റാണ് ടോർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കെമിക്കൽ ഫോർമുല ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്?
പ്ലാസ്റ്റർ ഓഫ് പാരീസിന് നോർമലി എന്താണ് CaSO4 ½ ആണ് എന്തെന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതായിട്ട് വരും നോക്കിയേ, ഇതിൽ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ ബി ഓപ്ഷനാണ്. 2CaSO4 കാൽഷ്യം സൾഫേറ്റിൻ്റെ കോമ്പൗണ്ടാണ് ഏതെന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇതിൽ നമ്മളൊരു 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും 2CaSO4 ഈ 2 കൂടെ പോയിട്ട് H2O വരും. അപ്പോൾ നമുക്ക് ആൻസർ എന്താണ് സെക്കൻഡ് ഓപ്ഷനാണ് നമുക്ക് ആൻസറായിട്ട് എഴുതാൻ പറ്റുന്നത്. ഇനി ജിപ്സം എന്താണെന്നറിയാമോ? ജിപ്സമാണ് നാച്ചുറലി ആയിട്ട് ഒക്കർ ചെയ്യുന്നത്. ഈ ജിപ്സത്തിന് നമുക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ നമുക്ക് കിട്ടുന്നത്. ജിപ്സത്തിൻ്റെയും അപ്പോൾ കെമിക്കൽ ഫോർമുല ഏകദേശം സെയിം തന്നെയാണ് CaSO4, പക്ഷേ ഓർക്കുക 2H2O ആണ് എന്തെന്ന് പറയുന്നത് ജിപ്സത്തിൻ്റെ വാട്ടറിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെയാണെങ്കിൽ ½ ആണ്. ഓക്കെ ആണോ? ജിപ്സം അപ്പോൾ എന്താണ് CaSO4 2H2O ആണ്. ഇനി നോക്കിയേ, ബ്ലൂ വിട്രിയോൾ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം, പഠിച്ചിട്ടുണ്ടാവണം. ബ്ലൂ വിട്രിയോൾ ഇല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക, പഠിച്ചു വയ്ക്കുക. ഗ്രീൻ വിട്രിയോൾ, അതേപോലെ വൈറ്റ് വിട്രിയോൾ, ഇതേപോലെ 3 പേരുണ്ട്. നോക്കി ഇത് ആരൊക്കെയാണെന്ന് ഓർമ്മ വരുന്നുണ്ട്? ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം സൾഫേറ്റുകൾ തന്നെയാണ്. ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്, CuSO4 5H2O ആണ് എന്തെന്ന് പറയുന്നത് ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത്. ഗ്രീൻ വിട്രിയോൾ ആണെങ്കിലോ അതെന്ന് പറയുന്നത് അയൺ സൾഫേറ്റ് ആണ്, FeSO4. ഇവിടെ ഓർക്കുക 7H2O ആണ്. ഇനി അടുത്ത വൈറ്റ് വിട്രിയോൾ എന്ന് പറയുന്നത് സിങ്ക് സൾഫേറ്റ് ആണ്, ZnSO4 7H2O. ഓക്കെ ആണോ? അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. പ്ലാസ്റ്റർ ഓഫ് പാരീസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? CaSO4 ½ ആണ്. അതേപോലെ ജിപ്സം CaSO4 2H2O. ബ്ലൂ വിട്രിയോൾ ഇതെല്ലാം സൾഫേറ്റുകളാണ്. ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത് കോപ്പറിൻ്റെ സൾഫേറ്റ് ആണ്, CuSO4 പക്ഷേ 5H2O ഉണ്ടെന്ന് ഓർക്കുക. ഗ്രീൻ വിട്രിയോൾ ആണെങ്കിൽ അയൺ സൾഫേറ്റ്, FeSO4 7H2O. വൈറ്റ് വിട്രിയോൾ ആണെങ്കിൽ സിങ്ക് സൾഫേറ്റ്, അതേപോലെ സിങ്ക് ZnSO4, അതേപോലെ എന്താണ് 7H2O വാട്ടർ കൂടെ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an object is dropped from a height onto the floor. Which one of the following remains uniform as it falls? എന്ന് പറഞ്ഞാൽ ഒരു ഹൈറ്റിൽ നിന്നും ഞാനൊരു ഒബ്ജക്റ്റ് ഫ്ലോറിലോട്ട് ഡ്രോപ്പ് ചെയ്യണം, ഇടുവാണ്, താഴോട്ട് ഇങ്ങനെ ഇടുവാണ്. അങ്ങനെയാണെങ്കിൽ ഏതിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ആർക്കാണ് യൂണിഫോം ആയിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഉണ്ടാവാതെ നിൽക്കുന്നത്. അപ്പം ഞാനൊരു ഒബ്ജക്റ്റ് ഒരു ഹൈറ്റിൽ നിന്നും താഴോട്ട് ഇടുവാണെങ്കിൽ ഉറപ്പായിട്ടും വെലോസിറ്റി എന്തായാലും ഇങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ കൂടും. വെലോസിറ്റി കൂടുവേ. നമുക്കറിയാം മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? മാസും വെലോസിറ്റി കൂടുവാണെങ്കിൽ എന്തായാലും മൊമെൻറ്റവും എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി കൂടുമ്പം ആരോ മുകളിലോട്ട്, കൂടുന്നത് ആരോ മുകളിലോട്ട്. വെലോസിറ്റി കൂടാൻ നേരത്തെ എന്ത് സംഭവിക്കും? മൊമെൻറ്റം ആണ് P വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിയും എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്, മൊമെൻറ്റം കൂടും. ഇനി കൈനറ്റിക് എനർജി ആണെങ്കിലോ, കൈനറ്റിക് എനർജി താഴോട്ട് വരുമ്പം വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കൈനറ്റിക് എനർജി കൂടുകയാണ് ചെയ്യുന്നത്. ഇനി പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലോ, പൊട്ടൻഷ്യൽ എനർജിയുടെ കേസ് ആണെങ്കിൽ ഹൈറ്റ് കുറയും തോറും, എന്ന് വെച്ചാൽ മുകളിൽ ഇരുന്നപ്പം ഹൈറ്റ് ഉണ്ടായിരുന്നു, താഴോട്ട് വരുമ്പോൾ ഹൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, mgh അല്ലേ, ഹൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ എനർജി കുറയുകയാണ് ചെയ്യുന്നത്, താഴോട്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരേ ഒരാൾ ആക്സിലറേഷനാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് G ആയിരിക്കും, താഴോട്ടായിരിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമായിരിക്കും, എത്രയായിരിക്കും? 9.8 m/s² ആയിരിക്കും. എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരു ചേഞ്ചും ഉണ്ടാവത്തില്ല. പക്ഷേ മൊമെൻറ്റം കൂടും, കൈനറ്റിക് എനർജി കൂടും, ഹൈറ്റ് കുറയുന്നതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ എനർജി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഒബ്ജക്റ്റ് ഒരു ഹൈറ്റിൽ നിന്ന് താഴോട്ട് ഇടുവാണെങ്കിൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് എന്തായിരിക്കും? അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, acceleration due to gravity at the earth's surface depends on mass only, radius only, both its mass and radius, either its mass and radius, either its mass or its radius. Okay no? Acceleration due to gravity G യുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്
GM/, എന്താണ്, r² ആണ്. മാസ്സും ഉണ്ട് റേഡിയസും ഉണ്ട്. ശ്രദ്ധിക്കുക, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന മാസിന് എന്താണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ റേഡിയസിന് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. റേഡിയസ് കുറയുവാണെങ്കിൽ G കൂടും. ആ ഒരു രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ? മീൻസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അല്ലാതെ പറയുവാണ് എന്താണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. മുകളിൽ വരുന്നത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അതേപോലെ താഴെ വരുന്നത് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അത് ആ മീനിങ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പം ഇത് നോക്കി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയൊക്കെയാണ്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരാളെ മാത്രമല്ല, രണ്ടുപേരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എന്താണ്, ബോത്ത് ഇറ്റ്സ് മാസ് ആൻഡ് റേഡിയസ്. മാസിനെയും റേഡിയസിനെയും, രണ്ടിനെയും, മാസിനെയും റേഡിയസിനെയും ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മാസ് കൂടാൻ നേരത്ത് G കൂടും, റേഡിയസ് കുറയാൻ നേരത്ത് ആര് കൂടും, G കൂടും. മനസ്സിലാവുന്നുണ്ടോ? ഒന്നിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും ഒന്നിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. അപ്പോൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ്, ബോത്ത് മാസ് ആൻഡ് റേഡിയസ് ആണ് എന്തെന്ന് പറയുന്നത്, ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം ഓക്കെ, താങ്ക് യു. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.